സ്വയം നല്ലവൻ നല്ലവൾ എന്ന് ചിന്തിക്കുന്ന പലരുണ്ട് ഈ സമൂഹത്തിൽ. മറ്റുള്ളവരെക്കാൾ അവർ നല്ലവരാണെന്നുള്ള ഒരു തോന്നൽ അവരെ ഭരിക്കുന്നുണ്ട്. അവർ നല്ലവരെന്ന് സ്വയം തോന്നുക നിമിത്തം സ്വർഗകവാടം അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നു. എന്നാൽ തിരുവചനം പറയുന്നത് 14-ാം സങ്കീർത്തനം 3-ാം വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നല്ലത് ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. നല്ലവൻ ആരുമില്ല എന്നതിൽ നിന്നും ആർക്കും തന്നെ നല്ലത് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കരുത്. പകരം ഗുഡ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്, നല്ലതുപോലെ പോരാ എന്ന് വേണം ചിന്തിക്കുവാൻ. എന്ന് വെച്ചാൽ വേണ്ടത്ര നല്ലത് ചെയ്യുവാൻ ഇതുവരെയും കഴിഞ്ഞില്ല, കുറച്ചും കൂടി നല്ലവരായി ജീവിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയണം എന്നർത്ഥം. ജീവിതത്തിൽ നല്ലതും മോശപ്പെട്ടതുമായ സമയങ്ങൾ കടന്നു വരാം. നാം ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നാലും നല്ലത് മാത്രം ചെയ്യുവാനുള്ള ഒരു തീരുമാനവും സമർപ്പണവുമാണ് നമുക്ക് വേണ്ടിയത്. സ്വയം നല്ലവരാകുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അതിന് കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം നന്മ പ്രവർത്തിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ കടന്നു വരുന്നത് സ്വാഭാവികം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ സേവിക്കുന്ന ദൈവം നല്ലവനാണ്. അവിടുന്ന് മാത്രം നല്ലവനാണ്. ആ ദൈവത്തിൻ്റെ നല്ലത് നാം അടുത്തറിയുക. തിരുവചനം പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. എന്തിനു വേണ്ടിയാണത്? 1, ദൈവം നല്ലവനെന്നറിഞ്ഞ് അവന് മഹത്വം കൊടുക്കുവാൻ. 2, ദൈവത്തിൻ്റെ ആ നല്ല ഗുണം നമ്മിൽ പകർത്തുവാൻ. ദൈവം എല്ലാവർക്കും എപ്പോഴും എല്ലായിടങ്ങളിലും എല്ലാ സമയങ്ങളിലും നല്ലവനായിരിക്കുന്നു. നാം പലപ്പോഴും ചിലരോട് മാത്രവും ചിലയിടങ്ങളിലും ചില സമയങ്ങളിലും മാത്രം നല്ലവരായിരിക്കുന്നു. ഇതിനൊരു മാറ്റമുണ്ടാകണം. നാം നമുക്ക് തന്നെ നല്ലവരായിരിക്കണം. നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. ആയതുപോലെ നമ്മുടെ കൂട്ടാളിയോടും മക്കളോടും നമ്മുടെ സഹോദരന്മാരോടും പിന്നെ സഭാതലങ്ങളിലുള്ളവരോടും തൊഴിലിടങ്ങളിലുള്ളവരോടും നല്ലവരായി പെരുമാറുവാൻ ശ്രമിക്കുക. ഈ ഭൂമിയിലുള്ള നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നല്ലവനായ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മാൽ കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.